ചേരുന്നത്. അഡ്വക്കേറ്റ് അൻസാർ കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ്, അതായത് ഈ ഹൈക്കോടതിയുടെ ഈ വിധി അത് വളരെ പ്രധാനമായൊരു വിധിയായി മാറുകയാണോ? സർക്കാർ ഇക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത് വീണ്ടും അപ്പീൽ പോകുമെന്നാണ്. ഈ നിയമപരമായി ഇനി സർക്കാരിന് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്കിപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് റിട്ട് പെറ്റീഷനായിട്ടാണ് ഈ മുനമ്പം കമ്മീഷനിൽ ഇപ്പോൾ ഉണ്ടായ ഒരു വിധി വന്നിരിക്കുന്നത്. ആ റിട്ട് പെറ്റീഷൻ സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ് വന്നിരിക്കുന്നത്. സർക്കാരിന് അഗ്രീഡ് ആയിട്ടുള്ള സർക്കാരിന് ഡിവിഷൻ ബെഞ്ചിനെ ഈ ഹൈക്കോടതി തന്നെ സമീപിക്കാൻ കഴിയുന്നതാണ്. റിട്ട് അപ്പീൽ കൊടുത്ത് സമീപിക്കാൻ കഴിയാവുന്നതാണ്. നിയമപരമായി ഹൈക്കോടതിയിൽ അത് ഫയൽ ചെയ്യാനും സർക്കാരിന് അധികാരമുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ട്രൈബ്യൂണലിന്റെ മുമ്പിലുണ്ടാകുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ട്രൈബ്യൂണലിനെ ഓവർകം ചെയ്തുകൊണ്ട് സർക്കാർ നിയമിച്ചിരിക്കുന്ന ഈ കമ്മീഷൻ നിയമസാധുത ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്, ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതൊരു സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ്. അത് ഡിവിഷൻ ബെഞ്ചിൽ ഫയൽ ചെയ്ത് ഇനി വാദപ്രതിവാദങ്ങൾക്ക് ശേഷമേ അതിനൊരു തീരുമാനം നമുക്ക് പറയാനും കഴിയും. ഈ ഹൈക്കോടതിയിലെ ഒരു ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കേന്ദ്ര സംസ്ഥാനത്തിന്റെ ഒരു അധികാര പരിധി, അതിലൊരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണല്ലോ ഈ വിഷയത്തിൽ. അതായത് വിശാലമായ ഒരു അധികാര പരിധി ഇവിടുത്തെ വഖഫ് ട്രിബ്യൂണലുകൾക്കുണ്ട്. വഖഫ് ട്രിബ്യൂണലുകളിൽ ഇപ്പോൾ കോഴിക്കോട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം കോഴിക്കോടുള്ള വഖഫ് ട്രിബ്യൂണലിന്റെ ഒരു പെറ്റീഷൻ പോലും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ളൊരു നടപടി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അവിടെയാണ് ഇത് ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെയുള്ള ഞാൻ മുഴുവനായിട്ടും അത് പൂർണ്ണ രൂപത്തിൽ എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. എന്നാലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മീഷന്റെ ഉത്തരവ്, കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ സർക്കാരിന് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. സർക്കാരിന് ഡിവിഷൻ ബെഞ്ചിൽ അത് റിട്ട് അപ്പീൽ ഫയൽ ചെയ്യാൻ കഴിയാവുന്നതാണ്. അതിന് നിയമപരമായി സർക്കാരിന് അത് കഴിയും. അത് കഴിഞ്ഞിട്ട് സർക്കാരിന്റെ വാദവും കൂടെ കേട്ട് ഇനി ഈ പെറ്റീഷണറുടെ വാദവും കൂടെ കേട്ടതിന് ശേഷമായിരിക്കും ഇതിനൊരു തീരുമാനം വരാൻ സാധ്യത. ഈ അപ്പീൽ പോവുകയാണെങ്കിൽ സർക്കാരിന് അനുകൂല സാഹചര്യമാകുമോ? അനുകൂലമായ സാഹചര്യം കോടതിയുടെ മുമ്പിലിരിക്കുന്ന വിഷയമാണ്. അതിനകത്ത് ഇപ്പോഴുള്ള ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് നിലവിലെ നിയമത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി സർക്കാരിന് ഇങ്ങനെ ഒരു ഓവർകം ചെയ്തുകൊണ്ടൊരു കമ്മീഷനെ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ ഓർഡർ വ്യക്തവുമാണ്. ഇനി സർക്കാർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, മുന്നോട്ട് വെക്കുന്ന റെക്കോർഡ്സുകൾ, ഡോക്യുമെന്റ്സുകൾ ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടായിരിക്കാം കോടതി ഇനി ഡിവിഷൻ ബെഞ്ചും തീരുമാനമെടുക്കുന്നത്. അപ്പൊ ആ തീരുമാനം എക്സ് ഓർ നോ എന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല. കാരണം ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ വന്നാൽ ഡിവിഷൻ ബെഞ്ച് ആയിരിക്കും തീരുമാനം എടുക്കുന്നത്. നിലവിലെ ഈ നിരീക്ഷണങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലെ മറ്റ് വഖഫ് സ്വത്ത് കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ നിർണായകമാകുമെന്നതിൽ സംശയമില്ലല്ലോ അല്ലേ? പല സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരം നിയമങ്ങളെ ഓവർകം ചെയ്തുകൊണ്ടുള്ള പല വിധികളും വന്നിട്ടുണ്ട്, പല രീതികളിലും വന്നിട്ടുണ്ട്. പലപ്പോഴും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയിലും ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നത് വളരെയധികം ഒരു സാമുദായിക വിഷയങ്ങളെ വല്ലാതെ ധ്രുവീകരിക്കുന്ന രീതിയിലുള്ള ഉത്തരവുകളായിരിക്കില്ല വരുന്നത്. അപ്പം എങ്ങനെയെങ്കിലും ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയും കൂടെ നോക്കിക്കൊണ്ടായിരിക്കുമല്ലോ ഹൈക്കോടതി സുപ്രീം കോടതി വിധി പറയുന്നത്. പക്ഷെ ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വഖഫ് ട്രിബ്യൂണലിൽ ഉള്ള അധികാര പരിധിയെ ചോദ്യം ചെയ്ത രീതിയിലായി പോയി സർക്കാരിന്റെ നടപടി എന്ന ഒരു രീതിയിലായിരിക്കണം ഉത്തരവ് വന്നിരിക്കുന്നത്. അത് ഡിവിഷൻ ബെഞ്ചിൽ എനിക്കൊന്ന് സർക്കാർ ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു അപ്പീൽ പോകുമെന്ന്. അപ്പം ഈ വെയിറ്റ് ആൻഡ് സീ അതേ പറയാൻ കഴിയത്തുള്ളൂ. വളരെ നന്ദി അഡ്വക്കേറ്റ് അൻസാർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.